പൈതൽ പ്രായം മുതൽ നമ്മെ പോറ്റി പുലർത്തിയ ദൈവത്തിന് മുഴുവൻ. I give thanks to the Lord who's kept me alive from my youth. നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മുടെ മിടുക്കുകൊണ്ടല്ല, നമ്മുടെ കുടിച്ച വെള്ളത്തിന്റെ അല്ല, കഴിച്ച ആഹാരത്തിന്റെ അല്ല, തമ്പുരാന് യേശുവിന് എന്നെക്കുറിച്ച്, നിന്നെക്കുറിച്ച്, നിന്റെ കുടുംബത്തെക്കുറിച്ച് പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി അവിടെ കടന്നു വന്നതെന്ന് നിനക്കൊരു ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി വൻ കാര്യങ്ങൾ, വലിയ അഭിഷേകത്തിന്റെ പകർച്ചകൾ നിന്റെ മേൽ ഇടുവാൻ എന്റെ പിതാവ് വന്നിട്ടുണ്ട്. It's not because of your goodness, not because of what you have done that the Lord has brought you. If the Lord has got a great plan for you, He will sustain you and He will bless you. നിനക്കുള്ളത് നീ കൊടുത്താൽ അവൻ നിനക്ക് തൃപ്തി വരുത്തുന്ന ദൈവമാണ്. If you give whatever you have, God will bless you with what you give. സർഫാത്തിലെ വിധവയോട് ഏലിയാവ് ചോദിച്ചു, നിനക്ക് എന്താ ഉള്ളത്? The Lord asked the widow, what do you have? ഒഴിഞ്ഞ പാത്രങ്ങൾ മാത്രം. And the widow said, I just got some barren vessels. ആ ഒഴിഞ്ഞ പാത്രങ്ങളെ തരാമെങ്കിൽ നിറമുള്ള ചില അഭിഷേകത്തിന്റെ എണ്ണകൾ നിന്റെ പാത്രത്തിൽ നിറച്ച് നിന്റെ ചില പ്രത്യേക കണക്കുകൂട്ടലുകളെ തെറ്റിച്ച ദുഷ്ടന്റെ പദ്ധതികളെ മാറ്റാമെന്ന് പറഞ്ഞതുപോലെ നിനക്കുള്ളത് ഇന്ന് രാത്രി മുതൽ തമ്പുരാന് കൊടുക്കുവാൻ നീ മനസ്സുയർത്തുന്നെങ്കിൽ ഇന്ന് രാത്രികാലത്തോടെ ചില പ്രത്യേക കാര്യങ്ങൾക്ക് നീക്കുപോക്ക് വരുത്തി നിന്നെ റെസ്റ്റോർ ചെയ്യുന്ന രാത്രിയേക്ക് കർത്താവ് മാറ്റാൻ പോവുകയാണ്. Vessels that you can give to the Lord is going to restore it by pouring His oil into it, and He's going to change it and change your situation. Hallelujah. Hallelujah. ഞാൻ കഴിഞ്ഞ ഒക്ടോബർ 24 ഷാർജയിൽ ഒരു ദിവസത്തെ ഒരു മീറ്റിംഗിനായി കടന്നു പോകാൻ ഇടവരുത്തി. Last October 24th I went to Sharjah for a meeting. അന്ന് സഭയിലെ ശുശ്രൂഷ ഈ പാട്ട് പാടിയപ്പോൾ ഞാൻ കരഞ്ഞുപോയി. And when they sang this song, it brought tears to my eyes. നീണ്ട ചില വർഷങ്ങൾക്ക് പുറകിൽ ഞാൻ എൻ്റെ പിതാവിനോടൊത്ത് ആ രാജ്യത്തിൽ നിന്ന് ഒരു ഒക്ടോബർ മാസം 24 കരഞ്ഞുകൊണ്ട് ആ ദേശം വിട്ടത്. You know, I remember the time with my dad. I left that country 1 October many years back. എൻ്റെ പിതാവിൻ്റെ ബൈബിളിന്റെ പുറകിൽ ഞാൻ കരഞ്ഞുകൊണ്ട് പിതാവിന്റെ സ്വപ്നങ്ങളൊന്നും നടക്കാതെ പിതാവ് എഴുതിയ ഡേറ്റ് ഉണ്ടായിരുന്നു ഒക്ടോബർ 24. എന്നാൽ എൻ്റെ തമ്പുരാൻ റെസ്റ്റോർ ചെയ്ത് അയച്ചപ്പോൾ ഞാൻ മറന്നിട്ടോ എൻ്റെ അപ്പൻ മറന്നിട്ടോ അതേ ഡേറ്റിൽ അവന്റെ നാമം നമുക്ക് രാജ്യത്തിൽ എത്തിച്ചതൊരു കാര്യമാണ്. കർത്താവിന്റെ ദാസൻ പാടിയതുപോലെ അമ്മയുടെ വയറ്റിൽ പിണ്ടാകാരമാകുന്നതിന് മുമ്പേ നിന്നെ ഓമന പേർ ചൊല്ലിച്ച് വിളിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നിന്നെ തെരഞ്ഞെടുത്തതിൽ, നിന്നെ വിളിച്ചതിൽ, നിന്റെ കുടുംബത്തെ കൊണ്ടുവന്നതിൽ തെറ്റുപറ്റിയിട്ടില്ല. നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ, ചെറുതല്ല വൻ കാര്യങ്ങൾ നിന്നെ വെച്ച് തന്നെ ചെയ്യുവാൻ എന്ന ദൈവത്തിന് പദ്ധതിയുണ്ട്. Many years back, when I left that country, my father was in Oman, and when he left, and when I went back to that country after many years, I remember that if the Lord has called you from your mother's womb, He is capable to do big things through you. And when I reached that country, I praise the Lord for that. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനം, today what I'm going to preach to you from the Word of God, you should have a confidence that the Word of God is for you tonight. You should believe that the Word of God is speaking to you through the Word of God tonight. When the Word of God is speaking to you, maybe many would not understand, but the Lord and you will understand what the Lord is speaking to you. ഗിരികളിൽ മാൻപേടകൾ ഓടി കയറുന്നത് പോലെ, മറ്റു പക്ഷികൾക്കപ്പുറം കഴുകൻ പറന്നുയരുന്നത് പോലെ ഒരു അഭിഷേകം നിന്റെ മേൽ പകർന്ന് നീ കഴിഞ്ഞ ദിവസങ്ങളിലല്ല, കഴിഞ്ഞ സെക്കൻഡുകളിൽ നീ അഭിമുഖീകരിച്ച പ്രശ്നത്തിന്റെ മുകളിലൂടെ പറക്കുന്ന ഒരു കഴുകന്റെ അഭിഷേകം നിന്റെ മേൽ വന്നിരിക്കുമെന്ന്. Maybe there is mountains of problem about you, but tonight I want to tell you, if you believe in that great power of the Lord, you can soar with the wings of eagle. You can soar above the problem. You can soar above the mountain, because God is going to restrain you. God is going to give you the power tonight. Hallelujah. Hallelujah. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഇത് സാധാരണ ഉപവാസ പ്രാർത്ഥനയല്ല, എന്റെ ഡെസ്റ്റിനിയെ, എന്റെ ബുദ്ധിയെ മാറ്റിയുറപ്പുന്ന ഉപവാസ പ്രാർത്ഥനയാണ്. തമ്പുരാനോട് ചേർന്ന് നിന്ന് ഉപവാസത്തിൽ ആത്മാവിന്റെ നിറവോടെ അഭിഷേകത്തോടെ പങ്കെടുക്കുവാനല്ല, അത് വിശ്വസിച്ച്, അതിൽ തൃപ്തിപ്പെട്ട്, അതിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ പൂർണ്ണമായി പ്രാപിക്കുവാൻ കടന്നു വന്ന നിന്നോട് ദൈവം പറയുന്നത് നിന്റെ ഡെസ്റ്റിനിയെ ചേഞ്ച് ചെയ്യുന്ന ഉപവാസ പ്രാർത്ഥനയാക്കി ഈ വർഷത്തെ ഉപവാസ പ്രാർത്ഥനയെ ദൈവം മാറ്റിയിരിക്കും. If you believe tonight is a fasting
prayer, and this fasting prayer is going to change your destiny. If you believe in it, God will change your destiny tonight. മഴക്കോള് കാണുമ്പോഴേ മറ്റു പല പക്ഷികളും പല വർഷത്തിന്റെയും ശിഖരങ്ങളിലേക്ക് മറഞ്ഞ് അഭയം പ്രാപിക്കാൻ ഓടാറുണ്ട്. When we see many birds, they go to the branches of many trees and take shelter there. ഹല്ലേലൂയ. അതൊരു പ്രതിസന്ധിയാ പക്ഷികളെ സംബന്ധിച്ച്. But that is a problem for the birds. എന്നാൽ കഴുകന്റെ പ്രത്യേകത, But the eagle, there is a speciality about it. ആകാശത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന പ്രതിസന്ധിയുടെ മുകളിലൂടെ പറക്കുന്നവനാണ് കഴുകൻ. But the eagle, he soars above the clouds. He soars above the clouds. നീ അനുഭവിക്കുന്ന വിഷയങ്ങൾ പ്രതികൂലങ്ങളുടെ നടുവിലൂടെ ഉയരത്തിലൊരു അഭിഷേകം നിന്റെ മേൽ വീണ് കഴിഞ്ഞാൽ മറ്റുള്ള ആരുടെയും സഹായം കൂടാതെ തന്നെ യഹൂദ ഗോത്രത്തിന്റെ സിംഹം മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു അതിനെ അഭിമുഖീകരിച്ച് മുന്നേറുക. നിന്റെ മേൽ അഭിഷേകം തന്നെന്ന് നിനക്കൊരു ഉറപ്പുണ്ടെങ്കിൽ നീ അതിനെ ഓവർകം ചെയ്യും. If you believe tonight that the Lion of Judah is with you and he's given you anointing, whatever problem, whatever tribulation that you're facing, you can soar above it with the power of God. നിന്റെ പ്രശ്നത്തിൽ നിന്ന് പരിഹരിക്കുവാൻ നിന്റെ സഹോദരനല്ല നിന്റെ കൈക്ക് പിടിച്ചത്, നിന്റെ അപ്പനല്ല കൈക്ക് പിടിച്ചത്, നിന്റെ അമ്മയല്ല കൈക്ക് പിടിച്ചത്. ആരെല്ലാം മറന്നാലും മറക്കത്തില്ല, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞ തമ്പുരാന്റെ കൈക്ക് പിടിച്ചെന്ന് നിനക്കൊരു ഉറപ്പുണ്ടെങ്കിൽ നിന്നെ അമ്പത്തോളം അവൻ വഴി നടത്തും. But if you believe that your problem is not, your hand is not held by your father or your brother or your sister, if you believe your hand is held by the Lord Almighty, whatever problem, whatever tribulation that you face, He will sustain you, He will hold you, He will carry you, He will soar you. ആമേൻ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രശ്നങ്ങൾ വരുമ്പോൾ, സാഹചര്യം പ്രതികൂലമാകുമ്പോൾ, ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ സ്വന്തക്കാർ പലരും മാറിപ്പോകും. എന്നാൽ ഉള്ളങ്കരത്തിൽ നിന്നെ വഹിച്ചവൻ, നിന്റെ കുടുംബത്തെ കണ്ടവൻ, നിന്റെ തലമുറയെ കണ്ടവൻ പാതി വഴി വെച്ച് ഉപേക്ഷിച്ച് പോകത്തില്ല. പാതി വഴി വെച്ച് ഉപേക്ഷിച്ച് പോകത്തില്ല. ചെങ്കടലിലെ മധ്യ വഴി തുറന്നവൻ, മാറയെ മധുരമാക്കിയവൻ, യെരിഹോവിന്റെ കോട്ടയെ പൊട്ടിച്ചവൻ, നിന്റെ കൂടെ നിന്ന് അതിനെ ജയിക്കുക. ഒരഭിഷേകത്തിന് വേണ്ടയോ? If the one that is with you, maybe when there is problem, people might move away from you. Your brothers, your family might move away from you. But the one that is with you, who has split the Red Sea, who has soared with you, He will sustain you. He will provide for you, and He will take you through that Red Sea situation in your life. Amen. Amen. കുടുംബങ്ങളെ കുറിച്ച് ദൈവത്തിന് ഉൽപ്പത്തി മുതൽ പദ്ധതിയുണ്ട്. The Lord is going to plan for every family. ഒരു കുടുംബത്തെ ദൈവം ഏദൻ തോട്ടത്തിൽ ആക്കി വെച്ചത് തന്നെ തമ്പുരാന് മഹത്വം കൊടുക്കാനാ, ആരാധനയ്ക്ക് വേണ്ടിയാ. If God has put a family in Garden of Eden, then God is going to plan for that family. ഞാനും നിങ്ങളും ഒരു കുടുംബത്തിലെയാ. You and I are from one family. വ്യത്യസ്ത മാതാപിതാക്കളാൽ പല പല കുടുംബങ്ങളിലായിരുന്ന നമ്മളെ ദൈവരാജ്യം എന്ന കുടുംബത്തിലാക്കിയെങ്കിൽ ദൈവരാജ്യത്തിന്റെ ശക്തിയും അധികാരവും അഭിഷേകവും വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ചലിപ്പിച്ചിരിക്കും. You and I might be from different families, but He has called you and made you or brought you into one family. If the Lord has called you, He will give you the anointing, He will give you the power, He will give you the strength to be in one family. Amen. Hallelujah. നമുക്കൊരു വചനം വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം, അതിലെ 2-3 വാക്യങ്ങൾ. Let us read from Judges chapter 13, 1 and 2. ദാൻ ഗോത്രത്തിലുള്ളവനായ സ്വരത്തിനായ ഒരു പുരുഷനുണ്ടായിരുന്നു. അവന് മനോഹ എന്ന പേർ. അവന്റെ ഭാര്യ മച്ചിയായിരിക്കൊണ്ട് പ്രസവിച്ചിരുന്നില്ല. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്, നീ മച്ചിയല്ലയോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ആകയാൽ സൂക്ഷിച്ചു കൊള്ളുക. കർത്താവേ, വചനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ വചനം കുടുംബങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുവാൻ, ഈ വചനം തലമുറയുടെ അകത്ത് ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുവാൻ, അടയ്ക്കപ്പെട്ട മണ്ഡലങ്ങളിൽ നിന്ന് തുറക്കപ്പെട്ട സ്വർഗം കാണുന്ന രാത്രിയാക്കി തീർക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അടയ്ക്കപ്പെട്ട മണ്ഡലത്തിൽ നിന്ന് തുറക്കപ്പെട്ട സ്വർഗം കണ്ട് അരുമനാഥ, നീ അവരെ കടം പിടിച്ചെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ കുടുംബങ്ങളെ, തലമുറകളെ സ്പർശിക്കാമെന്ന് കൃപയ്ക്കായി സ്തോത്രം. ഒരു മഹത്വം അങ്ങേക്ക് തരുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ.
വചനം നമുക്കെല്ലാം വളരെ സുപരിചിതമായ വചനമാണ്. We know this word and we have read and heard this word many times. ഈ വചനത്തിലൂടെ കടന്നു വന്ന സകലരോടും ദൈവത്തിന് ഇടപെടാനുണ്ട്. But the Lord is going to speak to you from this word of this chapter. Hallelujah. Hallelujah. മച്ചിയെന്നും പ്രസവിച്ചിട്ടില്ലെന്ന് പറഞ്ഞതിന് ശേഷം ഒരു കോമായിട്ടിട്ട് പറയുക, നിനക്കൊരു ജനനം നടക്കാൻ പോകുക. If the world has told you you are a widow, you will never bear fruit, then God is going to put a comma and He's going to change your destiny. Amen. ഈ വചനത്തിലൂടെ പാസ്റ്റ് പറയുന്നുണ്ട്, കഴിഞ്ഞ നാളുകൾ പറയുന്നുണ്ട് അവളെ കുറിച്ച്. In this word it says about the past. ഇതുവരെ നീ പ്രസവിച്ചിട്ടില്ല. You have not given birth till now. ഇതുവരെ നീ മച്ചിയ. Till now you are a widow. എന്നാൽ ഇപ്പം മുതൽ ഇനി അങ്ങോട്ട് ഒരു ജനനം നടക്കാൻ പോകുക. But from now there is going to be a birth in your life. ഇതുവരെ ഒരു വിടുതൽ നടന്നിട്ടില്ല. Till now there is no deliverance in your life. ഇതുവരെ ഒരു അത്ഭുതം നടന്നിട്ടില്ല. There is not a miracle in your life. അത് കഴിഞ്ഞ സെക്കൻഡ് കൊണ്ട് തീർന്നു. But that is over in the last second. ഇതുവരെ നടക്കത്തില്ലെന്ന് പറഞ്ഞ് നടന്നിട്ടില്ലെന്ന് പറഞ്ഞ വിഷയത്തെ നോക്കി പറയാൻ ഇതോടുകൂടി കഴിഞ്ഞു. പുതിയ സെക്കൻഡ് ആരംഭിച്ചിരിക്കുക. അത് ചില മിനിറ്റുകളിലേക്ക് പോകുന്ന, അത് ചില മിനിറ്റുകളിലേക്ക്, ആ സെക്കൻഡുകൾ ചില മിനിറ്റുകളിലേക്ക് പോകും. ആ മിനിറ്റുകൾ ചില മണിക്കൂറുകളിലേക്ക് പോകും. ആ മണിക്കൂറുകൾ ചില ആഴ്ചകളിലേക്കും മാസങ്ങളിലേക്കും വർഷങ്ങളിലേക്ക് പോകും. അതിന്റെ നന്മയ്ക്ക എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇനിയുള്ള സെക്കൻഡുകൾ, ഇനിയുള്ള മിനിറ്റുകൾ, ഇനിയുള്ള മണിക്കൂറുകൾ, ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള ആഴ്ചകൾ, ഇനിയുള്ള മാസങ്ങൾ, ഇനിയുള്ള വർഷങ്ങൾ എന്റെ മഹത്വത്തിനായിട്ട് തമ്പുരാന്റെ മഹത്വം വെളിപ്പെടുവാൻ that every minute, the next second, the next time, the next year, I'm going to use it for glorifying or rejoicing Christ. Hallelujah. Hallelujah. ഒരു അത്ഭുതം കണ്ടിട്ടല്ല ശുശ്രൂഷ തുടങ്ങിയത്. I have not seen a miracle to start my ministry. എന്നാൽ അത്ഭുത മന്ത്രിയെ കണ്ടിട്ടാണ് ശുശ്രൂഷയ്ക്ക് I have ഇറങ്ങിയത്. seen the one that does the miracle to start my ministry. അടുത്ത 20 വർഷത്തുള്ള കാര്യങ്ങൾ നിനക്ക് അറിയത്തില്ലെങ്കിലും അന്ത്യത്തോളം നടപ്പാവുന്ന പറഞ്ഞവരിൽ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ അന്ത്യത്തോളം ശുഭകരമായി തന്നെ നിന്നെ അവൻ വഴി നടത്തിയിരിക്കും. Maybe you do not know what is going to happen next 20 years. And if you believe in the one that will take you, He will take you till the end of your life. അടക്കാൻ മുടിക്കാൻ നശിപ്പാൻ വരുന്നത് പിശാച. നമ്മുടെ യേശുവിന്റെ പ്രത്യേകത നിനക്ക് ജീവൻ തരുവാ, സമൃദ്ധിയായ ജീവൻ തരുവാ. എന്റെ യേശു വന്നത്. Satan comes to destroy and kill, but the speciality, the most important thing about my God, He comes to give you life, life, life in abundance. Hallelujah. 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 നിന്റെ ശരീരത്തിൽ രോഗമുണ്ടെങ്കിൽ, If there is an affliction of disease in your body, നിന്റെ കുടുംബത്തിനകത്ത് ചില വിഷയങ്ങളുണ്ടെങ്കിൽ, there is some problem in your family, അതിന് ബൈബിൾ പറയുന്ന പേര് അറക്കുക, മുടിക്കുക, നശിപ്പിക്കുക. അത് ഉയരത്തിൽ നിന്ന് വരുന്നതല്ല, പിശാചിൽ നിന്ന് വരുന്നതാ. what my Bible say that is destruction that comes not from God, but it comes from the devil who is there to destroy. എന്റെ ദൈവം അടയ്ക്കുന്ന ദൈവമല്ല, നന്മകളിൽ നിന്ന് നിറച്ച് വഴികൾ അതിന്റെ മണ്ഡലത്തിൽ വഴി തുറക്കുന്ന My ദൈവമാണ്. God is a God who does not close, but He is a God who opens a door of blessing into your life. അത്ഭുതം കണ്ട അനേകം പ്രതിന് നടുവിലുണ്ട്. അത്ഭുതം കണ്ട അനേകം പ്രതിന് നടുവിലുണ്ട്. The miracle is in your midst tonight. ഹല്ലേലൂയ. അടുത്തൊരു അത്ഭുതം കാണുന്നതിന് മുമ്പ് നിന്നെ നടത്തിയ വിധങ്ങളെ ചിലരോട് പറയാൻ കഴിയുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ തലമുറ ദൈവം തുറക്കും. Before you see a miracle, make sure that you tell the Lord who led you through this life, then you will see the miracle happening in your life. ഹല്ലേലൂയ. ഇവിടെ ഒരു ഗോത്രത്തെ കുറിച്ച്, ഒരു കുടുംബത്തെ കുറിച്ച് പറയുന്നു. Here the word of God says about a family, ദാൻ ഗോത്രം. about a tribe called Dan. മറ്റു ഗോത്രങ്ങൾ തള്ളപ്പെട്ട ഒരു ഗോത്രം, ദാൻ ഗോത്രം. All the other tribes have forsaken this tribe called Dan. അതിനുള്ള കാരണങ്ങളിലേക്ക് പോകുന്നില്ല. പർവ്വത മുകളിലേക്ക് അവരെ മാറ്റി പാർപ്പിച്ചു. I'm not going to reasons for that, but they were led to stay in the mountains. മറ്റു ഗോത്രങ്ങൾ, മറ്റു കുടുംബക്കാർ അവരെ നോക്കത്തില്ല. Other tribes, let's not look at this tribe. അത്രമാത്രം തള്ളപ്പെട്ട വിഷയങ്ങൾ അവരുടെ This tribe കുടുംബത്തിലുണ്ട്. was forsaken by all the tribes. ഹല്ലേലൂയ. Hallelujah. ചില ഫംഗ്ഷനുകൾ നടക്കുമ്പോൾ അവരെ വിളിക്കത്തില്ല. When some functions happen, this tribe is never invited. കാരണം ചില പ്രത്യേക ചരിത്രങ്ങൾ തിരുത്തുവാൻ കഴിയാത്ത രീതിയിൽ പിശാചിന്റെ ബൗണ്ടറികൾ ആ കുടുംബത്തിന് ചുറ്റും, ആ ഗോത്രത്തിന് ചുറ്റും ചില വർഷങ്ങളായി വരച്ചുകൊണ്ടിരിക്കുക. Because the devil has put a line around that tribe, the devil has made man to restrict that tribe. എന്ന ദൈവം ഒരു ദൂതനെ അയച്ചത് എന്തിനാണെന്നറിയാമോ? You know why the Lord sent His angel? ദൂതുവായി അഭിഷിക്തന്മാരെ ഈ ദിവസങ്ങളിൽ അയക്കുന്നത് എന്തിനാണെന്നറിയാമോ? You know why the prophets are sent
to you tonight. ഈ സഭയിൽ കടന്നു വന്ന നിന്നെ നോക്കി പറയുവാൻ ആ വരം മുറിച്ചു കിടക്കുന്ന ഒരു അഭിഷേകമുള്ള തലമുറ നിന്റെ കുടുംബത്തിൽ ഉണ്ടെന്ന് പറയുവാനത്രേ ഇവിടെ നിങ്ങളെ കൂട്ടി വരുത്തിയത്. You know what the prophets are sent? The prophets are sent to remind you that the Lord is here and He's going to change your destiny and He's going to change your generation. Hallelujah. നിനക്കറിയാം, നിന്റെ കുടുംബത്തിനറിയാം എത്ര സ്റ്റെപ്പ് വെച്ചിട്ട് മുമ്പോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ, പുറമെയുള്ള കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത രീതിയിൽ അന്തരാത്മാവിൽ നിനക്കറിയാം ഒരു വര പിശാച് വരച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി കേട്ടോ, വര നോക്കിയിട്ട് പുറകോട്ട് പോയ പല കുടുംബക്കാർ, പല പാരമ്പര്യക്കാർ, പല പിതാക്കന്മാരുണ്ട്. എന്നാൽ അതിനെ നോക്കി പുറകോട്ട് പോകാനല്ല, അതിനെ ഓവർകം ചെയ്യുവാൻ ഒരു അഭിഷേകം നിന്റെ മേൽ ഉണ്ടെന്ന് തിരിച്ചറിയുന്ന രാത്രിയായി തീരട്ടെ. You and your family knows that the devil has drawn a line in front of you. You are not able to go forward, but the Lord is going to give you an anointing that is not going to drive you back, but that is going to send you forward beyond the line that the devil has drawn in your life. Amen. Hallelujah. നിന്റെ ജനനം സാധാരണ ജനനമല്ല. Your birth is not just an ordinary birth. ഒരു രണ്ടാം ജനനത്തിൽ പങ്കാളികളാണ് ഇവിടെ You are നടന്നുകൊണ്ടിരിക്കുന്നത്. part of the second birth. Hallelujah. Hallelujah. നമുക്കൊരു ആത്മീയ പിതാവുണ്ട്. We have a spiritual father. കല്ലറകളെ പൊട്ടിച്ചു വന്നവൻ നമ്മുടെ പിതാവാ. The one that has broken all the tomb is our father. പുനരുത്ഥാനത്തിന് ശക്തിയുള്ളവൻ നമ്മുടെ പിതാവാ. The one that is risen is our father. എവിടെ പിശാച് അടച്ചെന്ന് പറഞ്ഞു അതിനെ പൊട്ടിച്ച് പുറത്തു വന്നവനാണ് നമ്മുടെ പിതാവ്. Whatever the devil has closed in your life, our father will break what is closed and he will open the doors for you. ആത്മാവിൽ ജനിക്കപ്പെട്ടവനെ, രക്ഷിക്കപ്പെട്ടവനെ, നിന്നിലൂടെ അനേകർ ഈ പാതയിലെത്താനാ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നത്. I want to tell you, if you're brought by the Spirit, then many will come to the Lord through you. നിന്റെ വിഷയങ്ങൾ നോക്കി. Look at your problem. ഹല്ലേലൂയ. ചിലര് പറയും വിഷയങ്ങളെ മൊത്തം നോക്കിയാൽ നീ എഴുന്നേൽക്കത്തില്ല. Some will say, if you look at all my problem, I can never rise. എന്റെ ദൈവത്തിന് നിന്റെ വിഷയങ്ങൾ അങ്ങോട്ട് കേൾക്കണ്ട. നീ ജനിച്ച പോലെ ഇന്ന വിഷയം ഉണ്ടാവുമെന്നറിയാം. എന്നാൽ ദൈവത്തിന്റെ പ്രത്യേകത ആ വിഷയങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് നിന്നെ നടത്തി നിന്നെ അതിന്റെ മുകളിലോട് ഓടിച്ച് അനേകരെ യേശുവിനെ അറിയാനാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. My Lord doesn't want to know your problem, but He's going to make you rise over the problem. He's going to make you run from the problem. He's going to make you run over the problem. That is His plan, to bring many people to the salvation of Christ. ഹല്ലേലൂയ. അനേകർ ഈ സുവിശേഷം കേട്ടിട്ടും അതിനൊത്തവണ്ണം സ്റ്റെപ്പ് വെക്കാതെ മാറി നിന്നപ്പോൾ ഈ സുവിശേഷം കേട്ട മാത്രയിൽ അതിനുവേണ്ടി സ്റ്റെപ്പ് വെച്ച നിന്നെ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ ഏത് മേഖലകളിൽ പിശാച് ഒതുക്കാൻ ശ്രമിക്കുന്നോ അതിന് പൊളിഞ്ഞു മാറും. Many have heard the word of God, but they step back. But you heard the word of God. You love the Lord because you heard the word of God. God is going to bless your generation. God is going to bring you out, and He is going to make you a great people among many others. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ മറ്റാർക്കും ഇത് അറിയത്തില്ലെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട നീ ഇത് അറിയണം. നീ ഇത് അറിഞ്ഞാൽ എന്റെ വിടുതൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കും. But I'm going to tell you, you people, if you believe that you're chosen by God, you need to know it. If you know it, then your deliverance, your breakthrough is already started. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടന്മാർ, 5 തര ശുശ്രൂഷയ്ക്കായി ദൈവം നിയോഗിച്ചവരാ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. Many of you are called for a 5-fold ministry. ഹല്ലേലൂയ. കടന്നു വന്ന ദൈവജനമേ, യേശുവിന്റെ നാമത്തിൽ ചില ഉപദ്രവങ്ങളും കഷ്ടങ്ങളും ഉണ്ടെങ്കിലും ഒരു മഹത്വം നീ കണ്ടുകൊണ്ട് നടക്കുന്നത്. I want to tell you, my friends, in the name of Christ, if you go through any trials or tribulation from anybody else, but take it as glory in the name of God. പ്രവൃത്തി പുസ്തകത്തിൽ പറയുന്ന ഒരു അത്ഭുതം മറ്റൊരിടത്തും ഞങ്ങൾ കണ്ടിട്ടില്ല. I have not seen any miracle other than the miracle written in the Word of God. അതുപോലെ പീഡയും മറ്റൊരു പുസ്തകത്തിലും കാണാനില്ല. But I do not read much of tribulation that is more than what is written in the Word of God. ചങ്ങലകളും കാരാഗ്രഹങ്ങളും അഭിഷിക്തന്മാരെ തേടിയെത്തിയെങ്കിലും ഒരു കാര്യം ഉറപ്പാ, അല്പം കഴിയുമ്പോൾ ആ ചങ്ങല അവിടെ കാണത്തില്ല. അല്പം കഴിയുമ്പോൾ ആ കാരാഗ്രഹം അവിടെ കാണത്തില്ല. നിനക്ക് വന്ന കാരാഗ്രഹം നിന്നെ ഓർത്ത് മാത്രമല്ല, ഒരു കൂട്ടം വേറെ വിടുതലായിട്ടാണ് ദൈവം ആ കോട്ടയ്ക്കകത്ത് നിന്നെ കൊണ്ടുവന്നത്. If prison doors and chains are bound the children of God, no prison door or chain can bind the one that is anointed by God, because He has got the power to release you from that. ഹല്ലേലൂയ. വർഷങ്ങളായിട്ട് വിടുതൽ നടക്കാതെ,
For many years you have not received a breakthrough in your life. ഹല്ലേലൂയ. ചില വരകൾ വെച്ച് ഞാൻ അല്പങ്ങൾ കാണുന്നത് ചിലരുടെ വരയ്ക്ക് പകരം മതില് കെട്ടി അതിനുശേഷം ഗേറ്റിട്ട് പൂട്ടിയ ചില മണ്ഡലങ്ങൾ. I'm seeing in my spirit there are many people that's lying over here for many years. They are in a circle. They cannot go forward. They cannot come backward. They are bound in a circle. ഈ വര കണ്ടപ്പോൾ പിതാക്കന്മാർ പലരും പുറകോട്ട് പോയി. When they saw this line, the forefathers have gone backward. ഹല്ലേലൂയ. ചില നിരന്തരമായുള്ള ശാപങ്ങൾ, രോഗങ്ങൾ, വിഷമങ്ങൾ കണ്ട് ഇനി മുമ്പോട്ട് പോകാൻ കഴിയാത്ത പലരും പുറകോട്ട് പോയി. എന്നാൽ ഒരുവനെ ജനിപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? ഒരുവന്റെ ജനനത്തെ കുറിച്ച് ദൂതൻ പറഞ്ഞതിനറിയാമോ? ആ ഗേറ്റ് നോക്കി പുറകോനല്ല, ആ ഗേറ്റ് എടുത്ത് പൊക്കി തോളത്ത് വെച്ച് അതിനെ പൊട്ടിച്ചു വരുവാനാ ശിംശോന്റെ ജനനം ദൈവം നടത്തിയെങ്കിൽ ഇന്ന് രാത്രികാലം നിന്നെ കർത്താവ് പുറത്തു കൊണ്ടുവന്നത് വര നോക്കി, മതിൽ നോക്കി, അളവ് പറയാനല്ല, അതിനെ പൊട്ടിക്കാനത്രേ. Many, when they see the disease defeat, they go back. But when Samson was called, he took that gate on his shoulder and he moved forward. I want to tell you tonight, you are like Samson. He wants you to carry the gate and move forward from all your troubles. Hallelujah! Hallelujah! പുറത്തു വരുന്നതിന് മുമ്പ് അനേകർ ചാവിളയായി പോയപ്പോൾ, അനേകർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, നീയും നിന്റെ കുടുംബവും നിന്റെ തലമുറയും പുറത്തു കൊണ്ടുവന്ന് ഇന്നും ഈ ശബ്ദം കേൾക്കുവാൻ ദൈവം ഇടവരുത്തിയത് എന്തിനാണെന്നറിയുമോ? നിന്നെ കുറിച്ച്, നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ച് ദൈവത്തിന് വലിയ പ്ലാനുണ്ടെന്ന് അറിയിക്കാനാ. When many are not even in this world tonight, when many don't exist, God has brought you here to listen to the word of God for one reason, so that He can bless you, He can speak to you, and He can use that for the blessing of His people. ദാവീദിനെ പല ശത്രുക്കളും പല രീതിയിൽ അവനെ ഉപദ്രവിച്ചു. David was afflicted by many enemies in many time of his life. യഹോവ ദൈവം അവരെല്ലാം പുറത്തു കൊണ്ടുവന്നു. But God brought all of them outside. എന്നിട്ട് ദാവീദിനോട് പറഞ്ഞു, നീ അടിക്കടാ, നീ അടിക്കുമ്പോൾ അതിന്റെ സുഖം ഒന്ന് വേറെയാ. And brought David in front of them and said, you hit them, David. ഹല്ലേലൂയ. മനുഷ്യരെ അന്ന് അടിച്ചത്, മനുഷ്യരെ സാധാരണ ഹ്യൂമൻ ബീങ്സിനെ അടിച്ചത്. ഹല്ലേലൂയ. എന്നാൽ പുറത്തു കൊണ്ടുവന്ന് ഇന്ന് കർത്താവ് പറയാ, ആ വാഴ്ചയെ വെട്ടാൻ, അന്ധകാര അധിപതികളെ വെട്ടാൻ ഒരു അഭിഷേകം നിന്റെ മേൽ വരിക. Human beings were defeated, but today the Lord is saying He wants to bring down demonic forces. He wants to bring down the forces of hell, and He wants you to fight with them and break their yoke. നിന്നെ പുറകോട്ട് പിടിച്ച് വാലാക്കി എന്നേക്കുമായി താഴോട്ടാക്കുന്ന മണ്ഡലത്തെ നോക്കി ദൈവത്തിന്റെ ആത്മ പറയാ, നിന്നെ തലയാക്കാൻ പോവാ, നിന്നെ അധികാരിയാക്കാൻ പോവാ. The Spirit of the Lord is telling me that force which is pulling you back and making you a tail, the Lord is telling, I'm not going to make you a tail, I'm going to make you a head in front of everybody. Hallelujah. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുമ്പോ, When the Lord brings you outside, യേശു നിന്നെ പുറത്തു കൊണ്ടുവരുമ്പോ, when Jesus Christ brings you outside, ഒരു വഴിയായി വന്ന 7 വഴിയായി ശത്രു ചിതറിപ്പോവാൻ the പോവാ. devil that's come in one direction will run away in 7 different directions. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ കുടുംബത്തിന്റെ അകത്ത് ദൈവപ്രവൃത്തിയെ തടയുന്ന, ദൈവത്തിന്റെ പദ്ധതിയെ തടയുന്ന അന്ധകാര മണ്ഡലങ്ങളെ നോക്കി ആത്മാവിൽ നീ ജാഗരിച്ചോ. ഇന്ന് രാത്രികാലം ചില ബ്രേക്ക് ത്രൂ ചിലർക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുക. ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ നിന്റെ കരത്തിലൂടെ ചിലതിനെ തുറക്കുവാൻ ഇടവരുത്താൻ പോകുന്നു. When I'm speaking this, the Spirit of the Lord is working in your family. It is working in your life. It is breaking the devil that brings a yoke. It's breaking the yoke of the devil in your family, and it's bringing you into the prosperity. It's you to preach to your family. നിന്റെ തലമുറയുടെ അത്ഭുതം കാണിച്ച് അനേകരെ യേശുവിനെ കടിപ്പിക്കുവാൻ ഒരു അഭിഷേകം നിന്നെ വരാൻ പോകുന്നു. The Father is going to fall on you. That is going to use you to speak to your generation and change the destiny of your generation. നീയും നിന്റെ കുടുംബവും കർത്താവിന് വിലയേറിയതാ. You and your family is precious for God. അത്ഭുതങ്ങളുടെ ഒരു തുടർക്കാലം പോലെ, അത്ഭുതങ്ങളുടെ ഒരു മാല കോർത്തിണക്കുന്ന പോലെ അലങ്കരിക്കുന്ന ഒരു അഭിഷേകം നിന്റെ കുടുംബത്തെ തേടി വരാൻ പോകുന്നു. An anointing is going to come that is going to bring a miracle in your life. ഹല്ലേലൂയ. വാഗ്ദത്തമുള്ളവരുടെ നേരെ, വാഗ്ദത്തമുള്ള തലമുറയ്ക്ക് നേരെ പിശാച് എഴുതിവിട്ടൊരു തന്ത്രത്തെ യേശുവിന്റെ നാമത്തിൽ ഇവിടെ വെച്ച് ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. When the prosperity, when the promise of God is there, no devil can do anything. By the power of God, we break the yoke of the devil on your family. യേശുവിന്റെ നാമത്തിൽ, In the name of
Jesus Christ. ഏയിൽ തുടങ്ങുന്ന നിന്നെ ഇസഡാക്കാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടന്റെ പദ്ധതികൾ ഇവിടെ വെച്ച് ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. If your name is starting with A and the devil is trying to destroy you and put you behind, I break the yoke of the devil in the name of Jesus Christ of Nazareth. നിന്റെ തലമുറയെ തമ്പുരാന്റെ കയ്യിലെ ഒരു ആയുധമായി അവന്റെ വിരലുകൾ പോലെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ തലമുറയെ കണ്ടിരിക്കുക. എന്നാൽ അവന്റെ ചെറു സമയത്ത് തന്നെ പ്രായത്തിൽ തന്നെ അവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു മണ്ഡലം ഇവിടെ വെച്ച് അതിന്റെ അടിസ്ഥാന സഹിതം ഇവിടെ വെച്ച് ദൈവസഭ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. Your generation is seen as a weapon that the Lord is going to use, and the devil is trying to destroy it. But by the unity of the church, we break the yoke of the devil. നീ ഒരു ജോസഫാ. You are a Joseph. നിന്റെ കുടുംബത്തിന്റെ അകത്തുനിന്ന് അനേകരെ കൊണ്ടുവരുവാൻ ഒരു അത്ഭുതമാക്കി ദൈവം നിന്നെ മാറ്റി. God is going to use you as a Joseph to bring many of your family members to Christ. ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നു. God is going to honor you, brother. നിന്റെ കുടുംബത്തിന്റെ അകത്ത് രോഗങ്ങൾ ഇടുവാൻ, ആശുപത്രി കയറ്റുവാൻ, സർജറിക്ക് വിധേയനാക്കുവാൻ അനേക തവണ ശ്രമിക്കുന്ന അനേക കാര്യങ്ങളിലൂടെ പിശാച് ശ്രമിക്കുന്ന ദുഷ്ടന്റെ പദ്ധതികളെ ഈ ദൈവശബ്ദം എന്നോടാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു കൂട്ടം താക്കോൽ നിന്നെ ഏൽപ്പിക്കും. അത് അവൻ കയറി വന്ന വാതിലൂടെ അവനെ പുറത്താക്കി ആ വാതിലെ അടച്ച് ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ കൈമാറുവാൻ ദൈവത്തിന്റെ അവന്റെ പദ്ധതിയുണ്ട്. The devil is trying to put disease. He's trying to put you into. He's trying to hospitalize you. But the Lord is going to give you a key. യേശുവിനെ നമ്മളെ അറിയാം. The Lord knows us. നമ്മുടെ സാഹചര്യം അറിയാം. The Lord knows every situation in our lives. ഉളവാക്കാൻ കഴിവുള്ളവൻ എന്നുള്ള ദൈവം. But the Lord can make anything from nothing. ഞാൻ പറഞ്ഞില്ലേ, ഓവർ ഇല്ലാത്തത് പ്രാർത്ഥിച്ചപ്പോൾ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഉണ്ടാക്കി കൊടുത്തു. Like I said yesterday, there was a lady without an ovary. When they prayed, the Lord birthed an ovary in her. ഒത്തിരി അത്ഭുതങ്ങൾ ശുശ്രൂഷയിൽ കാണുന്നു. അതിന് ഒറ്റ കാരണമുള്ളൂ, യേശുവിന്റെ നാമം നിമിത്തം. I see many miracles in my ministry, but there is only one name, by the name of Christ. ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാൽ നടക്കത്തില്ല, യേശുവിന്റെ നാമത്തിൽ അത് സാധിക്കും. If I will proclaim your name on any situation, it will never happen. But if I proclaim the name of Christ, then it will happen. ഒരുവനെ നമുക്ക് വേണ്ടി മരിച്ചുള്ളൂ. There is only one who died for us. അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് അപേക്ഷിച്ചാലോ എന്റെ പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ഞാനത് നിങ്ങൾക്ക് ചെയ്തു തരും എന്ന് വാഗ്ദത്തം ചെയ്ത യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് ചെയ്തു തരും. There is only one that is risen from the dead. If you believe in the name of Christ and you pray in the name of Jesus, then it will be done. It will be done in your life. Hallelujah. മറ്റാർക്കുമില്ലാത്ത ഒരു ബുദ്ധിമുട്ട്, മറ്റാർക്കുമില്ലാത്ത ചില പ്രയാസങ്ങൾ, മറ്റാർക്കുമില്ലാത്ത ചില സങ്കടങ്ങൾ നിനക്കും നിന്റെ കുടുംബത്തിന്റെ തലമുറയ്ക്ക് ഉണ്ടെന്ന് നിനക്കൊരു തോന്നലുണ്ടോ? ഒരു കാര്യം ഉറപ്പാ, വലിയ പദ്ധതി അവൻ നിന്റെ കുടുംബത്തെ കൊണ്ട് ചെയ്യുമെന്നറിഞ്ഞ് ദുഷ്ടൻ ചില കാര്യങ്ങളായി ഇരുത്താൻ ശ്രമിക്കുന്ന മണ്ഡലങ്ങളെ നോക്കി പറയില്ല, ഞാൻ വാളല്ല തലയാകും, എന്റെ ദൈവത്താൽ നീ വെച്ച മതിലുകളെ ഞാൻ ഇന്ന് ചാടി കിടക്കും. If you feel there is a great problem, if you feel you are facing heavy problem, I want to tell you, if the devil says that he's going to make you a tail, my God says he's going to make you head, and he's going to respond. He's going to do great things. He's going to come in between your problem, and he's going to change that for you. മുകളിലൂടെ പുകക്കെട്ടിയ മതിലിന്റെ മുകളിലൂടെ ചാടുവാൻ നിനക്ക് കഴിയത്തില്ല എന്ന് ദൈവത്താൽ, ഇത് സൈന്യത്താലല്ല ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നിനക്ക് സാധിപ്പിക്കുവാൻ നിനക്ക് മേൽ ഒരു അഭിഷേകമുണ്ട്. If there is a fortress that is built around you, maybe you cannot jump the fortress, but the anointing and the power of God will help you to jump over any fortress, any situation that is big you think. Hallelujah. സാമ്പത്തികമായി നീ അനുഗ്രഹിക്കപ്പെടണം ദൈവത്തിന്റെ പദ്ധതിയാണ്. The Lord's plan is that He's going to bless you financially. ആത്മീയമായി നീ അനുഗ്രഹിക്കപ്പെടണം ദൈവത്തിന്റെ It is പദ്ധതിയാണ്. a plan of God that He bless you spiritually. ഭൗതികമായി നീ അനുഗ്രഹിക്കപ്പെടണം ദൈവത്തിന്റെ പദ്ധതിയാണ്. It's a plan of God that He wants to bless you and prosper you. എന്നാൽ അനുഭവിക്കാതെ വണ്ണം തടയിടുന്ന മേഖലകൾ ഏതാണെന്ന് ഇന്ന് രാത്രികാലം നീ തിരിച്ചറിയുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, അത് തിരിച്ചറിഞ്ഞ് അതിന്റെ മുകളിലൂടെ കയറുവാൻ ഒരു അഭിഷേകം നിന്റെ മേൽ ഉണ്ടെന്ന് പറയാനാ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് എന്നെ നിങ്ങളോട് ഇത് കേൾപ്പിക്കുന്നത്. But if the devil is trying to block your blessing, I want to tell you there is an anointing from heaven that is going to fall on you, that is going to witness you, that is going to make you jump over that situation. Hallelujah. Hallelujah. എന്റെ വിടുതൽ തുടങ്ങിയിരിക്കുക. Your deliverance is only happening. Hallelujah.
എവിടെ കയറി നിന്നോ? Where did Jesus enter? ഏത് കുടുംബത്തിൽ ചെന്നാലും, Whichever house that Jesus entered into, ഏത് പട്ടണത്തിൽ ചെന്നാലും, whichever town that Jesus entered into, ആ പട്ടണത്തിന്റെ അവസ്ഥ, കുടുംബത്തിന്റെ അവസ്ഥ പഴയതുപോലെ ആയിട്ടേ. when Jesus enters into that family or the town or the place, that their situation will not be the same like yesterday. ഇന്ന് രാത്രിയും അവന്റെ നാമനിമിത്തമാണ് നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നത്. We are here tonight in the name of Jesus Christ. കടന്നു വന്നതിന്റെ അവസ്ഥ പഴയതുപോലെ ആകത്തേയില്ല. If you come tonight, your situation is not going to be like yesterday. He's going to change your situation. അവസ്ഥകളെ മാറ്റുവാൻ വ്യവസ്ഥയിൽ നിൽക്കുന്ന നിനക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുകയാണ്. God is bound to change your situation. ദൈവിക വ്യവസ്ഥയിൽ നിൽക്കുന്ന ദൈവമേതലേ, If you stand stern in the promise of God, then He will change your situation. നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. God is planning to change your situation. അതിൽ നിന്ന് നടക്കാൻ പോകുക. It is happening. ഹല്ലേലൂയ. ഏത് സാഹചര്യം പ്രതികൂലമാകുന്നു അതിന്റെ മുകളിലൂടെ നടന്നിരിക്കും. Whatever problem that you face, the Lord is going to make you walk over that problem or situation. മറ്റാർക്കുമില്ലാത്ത ചില പ്രതികൂലങ്ങൾ ശുശ്രൂഷ അനുഭവിക്കുന്ന ചിലർ. There are some people who are going through some afflictions like not many. ആർക്കുമില്ലാത്ത ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ചിലർ. There are some people who are going through some afflictions that is not seen in many. അപ്പോസ്തല പ്രവൃത്തി 14 പറഞ്ഞ പൗലോസിനെ ശീലാസിനെ കാരാഗൃഹത്തിൽ കൊണ്ടിട്ടു. Acts says that Paul and Silas was put in the prison. ഇതുവരെ പരിചയമുള്ള ചില ശുശ്രൂഷകർ അത് മാത്രമേ ഉള്ളെന്ന് വിചാരിക്കുന്ന ചിലര് അത് ഭൂതമാണെന്ന് തിരിച്ചറിഞ്ഞ് അഭിഷേകമുള്ള നോക്കിയപ്പോൾ അതങ്ങ് വിട്ടുപോയി. But some people who says that this is the ministry for me, but when you see a demon and when you rebuke the demon, it will move away from you. അവർ ഇതുവരെ ഭൂതത്തെ പുറത്താക്കുന്ന പോലും കണ്ടിട്ടില്ല, അഥവാ ആത്മാവിനെ വാ തുറന്ന് ശാസിക്കുന്നത് കണ്ടിട്ടുള്ളൂ. എന്നാൽ പൗലോസ് അങ്ങനല്ല, നോക്കിയപ്പോഴേ അത് വിട്ടുപോയി. But some people, when they see demons, when they see the works of the devil, they are afraid. But Paul wasn't like that. When he looked at them, it just moved away. അവന്റെ കാരണത്താൽ കാരാഗൃഹത്തിന്റെ അകത്ത് കൊണ്ടുപോയി. That is the reason he was put in the prison. കാലുകൾ ആമത്തിലിട്ട് പൂട്ടി. And he was bound in chain. കൈകൾ ചങ്ങലകളാൽ ബന്ധിച്ചു. His hands were bound in chain. പക്ഷെ അവർക്കൊരു കാര്യം അറിയാം, ഈ രാത്രി വെളുക്കുന്നതിന് മുമ്പ് ഒരു അത്ഭുതം ഇതിനകത്ത് നടക്കാൻ പോവുകയാണ്. But Paul and Silas, they knew before it's morning, there is going to be a miracle that is going to happen in this prison cell. നീ അനുഭവിക്കുന്ന കാരാഗ്രഹം, നീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, നീ അനുഭവിക്കുന്ന സങ്കടം നിന്നെ മാത്രം പുറത്തു കൊണ്ടുവരാനല്ല, ഒരു കൂട്ടം പേരുടെ വിടുതലിനായി മോശയെ നിന്നെ കണ്ടിരിക്കുക. നീ അനുഭവിക്കുന്ന പ്രയാസം, നീ അനുഭവിക്കുന്ന ഒറ്റപ്പെടി, നീ അനുഭവിക്കുന്ന കണ്ണുനീര്, കിലോമീറ്ററുകൾക്കപ്പുറം ജനത്തിന്റെ കണ്ണുനീര് തുടയ്ക്കുവാനാ ഞാൻ നിന്റെ മുകളിലേക്ക് കൊണ്ടുപോയത്. താഴേക്ക് അഭിഷേകത്തിന് അയക്കുന്നത് പോലെ ഇന്ന് ഇവിടെ കടന്നു വന്ന നിന്റെ വിഷയത്തിന് നീക്കുപോക്ക് വരുത്തി ചില കുടുംബങ്ങളുടെ തലമുറകളുടെ ചങ്ങലകളെ പൊട്ടിച്ച് യേശുവിനെ വേണ്ടി നേടുക ഒരു അഭിഷേകം നിങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവ് ഇട്ടുകൊണ്ടിരിക്കുന്നു. You might be in a personal problem, you might be in a cellar problem, but I want to tell you tonight that like Moses was used, he is going to use you to deliver not only you, but a generation that is going to be delivered through you by the power of God. Hallelujah. ശുശ്രൂഷ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? How many of you desire to serve the Lord? Can you lift your hands? Hallelujah. ശുശ്രൂഷ ആഗ്രഹിക്കുന്ന പറയുമ്പോൾ സകലരും കൈവൂക്കുന്നു ഞാൻ വിചാരിച്ചത്. കാരണം ജോലി ഉള്ളപ്പോൾ ശുശ്രൂഷ ചെയ്യാം. Well, I thought maybe everybody would lift their hands. Even when you work, you can serve the Lord. ജോലി ഉപേക്ഷിച്ച് മാത്രമല്ല ശുശ്രൂഷ, ജോലിയോടുകൂടി ശുശ്രൂഷ ചെയ്യാം. You don't have to forsake your job. With your job, you can serve the Lord. നീ ആയിരിക്കുന്ന മേഖലകളിൽ കർത്താവിനെ ഉയർത്തുവാൻ നിന്നെ കൊണ്ട് കഴിയത്തുള്ളൂ. Whichever realm, whichever place you work, the Lord can lift you in that place. ഹല്ലേലൂയ. നീ ആയിരിക്കുന്ന ഹോസ്പിറ്റലിൽ, നീ ആയിരിക്കുന്ന ഷോപ്പിൽ, നീ ആയിരിക്കുന്ന ഏത് കാര്യത്തിലാണോ അവിടെ ഞങ്ങൾക്ക് വരാൻ ചിലപ്പോൾ കഴിയത്തില്ല, പക്ഷെ നിന്നിലൂടെ അവരെ നേടുവാൻ ദൈവത്തിന് പദ്ധതിയുള്ളതുകൊണ്ട് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞു. കടന്നു വന്ന സകലരെ കുറിച്ചോ രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളെ കുറിച്ചോ ദൈവത്തിന് പദ്ധതിയുണ്ട്. കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തമ്പുരാന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന രണ്ടാമത്തെ വരവനായി നമ്മൾ നോക്കി പാർക്കുന്ന യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു ദൗത്യം നിങ്ങൾ കിടപ്പുണ്ടെന്നുള്ള കാര്യം ഇന്ന് രാത്രി നീ മറന്നു പോകരുത്. I want to tell you, maybe you're working in an office, when you're working in a hospital, maybe we cannot come and preach the gospel, but God is going to plan for you. He was going to use you in that place. You will preach the gospel staying in that place by the name of Jesus Christ of Nazareth. Hallelujah. ഒത്തിരി പേരെ പിടിച്ചിങ്ങനെ കാരാഗ്രഹത്തിനകത്തിരിക്കുക. The devil has put many in prison. അവന്
പോയി. but he's wrong. ഈ കാരാഗ്രഹത്തിൽ കയറിയത് സാധാരണക്കാരല്ല. But in this prison, those who entered are not just normal people. അവരെ സാധാരണക്കാരെ അല്ലാതാക്കി മാറ്റിയത് അസാധാരണക്കാരൻ ഒരുവൻ അവിടെ അകത്ത് വന്നതുകൊണ്ടാണ്. But they are not ordinary people, not because of them, but the one that lives in them is an extraordinary God who is with them. അനേകരെ ഒതുക്കി അനേകരെ പുറത്തു കൊണ്ടുവരാത്ത വല പോലെ ചങ്ങല പോലെ മതിൽക്കെട്ട് പോലെയുള്ള വിഷയങ്ങൾ പലരുടെ മുമ്പിൽ വന്നപ്പോൾ അതേ വിഷയത്തിലൂടെ നിന്നെ കർത്താവ് കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമോ? ആ മതിൽക്കെട്ട് പൊട്ടിച്ച്, ആ ചങ്ങല പൊട്ടിച്ച്, ആ വല മാറ്റി, ആ മതിൽക്കെട്ട് പൊട്ടിച്ച് ഒരു കൂട്ടം പേരെ അതിന്റെ പുറത്തു കൊണ്ടുവരാതെ ദൈവം നിന്നെ അതിനെ കഴിച്ചത്. Many are lying in prison, many are in sin, but the Lord has brought you out of that, not just to rescue you, so that you will walk and you will use the anointing the Lord has given you to bring them out of that dark pit. ഹല്ലേലൂയ. വിഷമങ്ങൾ പ്രയാസങ്ങൾ പരസ്പരം പറഞ്ഞ് അവർ കരയുകയല്ല ചെയ്തത്, ഒരുമിച്ച ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങി. In that place they were not mourning, but they were rejoicing in the name of the Lord. ഇത് അനുഭവിച്ച പലരും പല രീതിയിൽ മരണപ്പെട്ടു പോയി. നമ്മുടെ അവസ്ഥയും അങ്ങനെ ആയിരിക്കുമെന്നല്ല അവർ പറഞ്ഞത്, അവർ അതിന്റെ അകത്ത് പാടി കർത്താവിനെ സ്തുതിച്ചു. Paul and Silas, when they were in the prison, they did not say that this prison cells are so tight, many had died here. They didn't do that, but they rejoiced, they worshiped the Lord. ശാരീരികമായും ഭൗതികമായും സാമ്പത്തികമായും നിനക്ക് തളർച്ച വന്നാലും നിന്റെ നാവിന്റെ അകത്ത് അല്പനെങ്കിലും ജീവനുണ്ടെന്ന് നിനക്കൊരു ഉറപ്പുണ്ടെങ്കിൽ സ്തുതിക്കേണ്ടവനെ സ്തുതിച്ച് ആരാധിക്കേണ്ടവൻ മഹത്വം കൊടുത്ത് കഴിയുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, കഴിഞ്ഞ മിനിറ്റുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാസങ്ങളിൽ നിന്നെ ഒതുക്കെന്ന് വിചാരിച്ച ആ ചങ്ങല പൊട്ടി മാറി നീ പുറത്തു വന്നിരിക്കും. Whatever problem that you're facing, but if you have some life in your tongue, if you can rejoice, whatever chain that is bounding you, whatever financial chain, whatever sickness, if you rejoice in the Lord, it will break in His name. ഹല്ലേലൂയ. ഒരു ബിൽഡിംഗ് പൊങ്ങി വരാൻ ചില അടിസ്ഥാനങ്ങളുണ്ട്. To lift a building, there is a foundation. ആ ബിൽഡിംഗിന്റെ അടിസ്ഥാനത്തിന് ഒത്തവണമാ അതിന്റെ ഒറ്റമുള്ള പൊക്കം വരുന്നത്, അല്ല ഹൈറ്റ് വരുന്നത്, അല്ലാതെ പണിഞ്ഞ് പുറത്തു വരുന്നത്. When a building is lifted up, there is a strong foundation. ഹല്ലേലൂയ. ഒരു കൂട്ടം പേർ ബന്ദിയായി കിടക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ ആത്മാവ് അഭിഷേകത്തോടെ ഇതുവരെ പുറത്തു വരാത്ത ചില സ്ഥലങ്ങളിൽ, ചില കുടുംബങ്ങളുടെ അകത്ത്, ചില ആശുപത്രിയുടെ ഉള്ളിൽ, ചില ഫാക്ടറികളുടെ ഉള്ളിൽ, ചില ഷോപ്പുകളുടെ ഉള്ളിൽ ദൈവത്തിനെ അയക്കുന്നത് എങ്ങനെയറിയാമോ? നീ അകത്തെ കണ്ടത് തുടങ്ങിയ കാരാഗ്രഹത്തിന് സമാനമായ രീതിയിൽ ബന്ധിക്കപ്പെട്ട ഒരു കൂട്ടം പേർ അതിനകത്ത് കിടപ്പുണ്ട്. അവരെ വിടുവിക്കാനാ ദൈവം നിന്നെ അവിടെ അയച്ചത്. We know that many around us, they're bound in chains of sin and sickness, but the Lord is sending you to them so that you will preach the gospel, you will deliver them out of the sickness, you will speak the gospel of Christ to them. Hallelujah. Hallelujah. എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്നെ വിളിച്ചതവനാണ്? How many of you believe the Lord has called me? Hallelujah. ദൈവം അത് ചെയ്യാൻ പോകുക. The Lord is going to do it in your life. വിശ്വസിക്കുന്ന നിന്നിലൂടെ അത് ചെയ്യാൻ പോകുക. The Lord is going to do it if you believe in it. വിശ്വസിക്കുന്ന നിന്റെ കുടുംബത്തിലൂടെ അത് ചെയ്യാൻ പോകുക. Do it if you believe in your family. വിശ്വസിക്കുന്ന നിന്റെ തലമുറയോട് അത് ചെയ്യാൻ പോകുക. God is going to do it in your generation if you believe. Hallelujah. അല്പം കഴിഞ്ഞപ്പോൾ ബൈബിൾ പറയുന്നു കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. The Bible says after some time the foundation of the prison shook. അടിസ്ഥാനം കുലുങ്ങിയാൽ പിന്നെ ആ ബിൽഡിങ്ങിന് നിലനിൽപ്പില്ല. When the foundation shakes, then that building cannot stay erect. ഈ ബഹ്റൈനിൽ ചില കുടുംബങ്ങളുടെ ഉള്ളിൽ, ചില സ്ഥാപനങ്ങളുടെ ഉള്ളിൽ ബിൽഡിങ്ങുകളുണ്ട്. അവന്റെ വാസസ്ഥലമാകേണ്ടത് അവൻ കെട്ടിപ്പൊക്കിയ ബിൽഡിങ്ങുകളുണ്ട്. നീ ആ കുടുംബത്തിൽ കയറി ചെല്ലുമ്പോ, നീ ആ ഷോപ്പിൽ കയറി ചെല്ലുമ്പോ, നീ ആ സ്ഥാപനത്തിൽ കയറി ചെല്ലുമ്പോ അതിന്റെ അടിസ്ഥാനം പൊട്ടി മാറും. I want to tell you that the devil has put chains and bound many houses, many shops, but when you see with your spiritual eyes, when you trust the Lord, when you walk into them, the Lord is going to shake their foundation. എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവം അത് ചെയ്യുമെന്ന്? How many of you believe the Lord is going to do that? അയക്കുന്നിടത്ത് ദൈവം അത് ചെയ്യും. The Lord is going to send you and He will do it for you. ദൈവത്തിന്റെ ആത്മാവ് നിന്നിലൂടെ അത് ചെയ്യാൻ പോകുക. The Spirit of the Lord is going to do it through you. അഭിഷേകത്തോടെ നീ അതിനെ ഏറ്റെടുക്കുന്നെങ്കിൽ, വിശ്വാസത്തോടെ നീ അത് സ്വീകരിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രികാലത്തോടെ നീ ചെല്ലുന്ന സ്ഥലങ്ങളിൽ നീ മുമ്പോട്ട് പോകുന്നത് ഒറ്റയ്ക്ക. വീണ്ടും നീ മുമ്പോട്ട് പോകുമ്പോ ചിലരെ കൂടെ ഈ നാമ നിമിത്തം പുറകോട്ട് നിന്റെ പുറകെ യേശുവിനെ അനുഭവിക്കുന്ന രീതിയിൽ പുറത്തു കൊണ്ടുവരുവാ ദൈവത്തിനെ ഇടവരുത്താൻ പോകുന്നു. If you take it, then the Lord is going to use you to make a change, an earthquake in this place. Hallelujah. Hallelujah. ദൈവം ഇടവരുത്താൻ പോകുക. The Lord is going to do some changes. Hallelujah.
അതുമായി ബന്ധപ്പെട്ട് ആരവിടെ കടന്നു വന്നിരിക്കുന്നത്? കണക്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ആരെവിടെ? I want to ask you, is there anyone over here who is working in accounts department or related to accounting? ഈ റൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു ആത്മാവിൽ ഞാൻ ഒരു റൗണ്ട് കണ്ടു, അതുകൊണ്ടാണ് ചോദിച്ചത്. The Spirit of the Lord is showing me somebody who's related to accounting job. അക്കൗണ്ട് സെക്ഷനുമായി ബന്ധപ്പെട്ട ആരാ? ബ്രദർ. ഓ റബ്ബദഗര. എന്നെ ഈ റൗണ്ടിൽ ഇങ്ങനെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഒരാളുടെ മേൽ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ കണ്ടു. The Lord is showing me that in this circle that is over here, there is somebody related to accounting. ഒരു വലിയ പദ്ധതി നിങ്ങളെ വെച്ച് വെളിപ്പെടാൻ പോവാ. There is going to be a plan that is going to be visible through you. അനേകരെ യേശുവിനെ അറിയിക്കാൻ, അനേകരെ യേശുവിലേക്ക് നടത്താൻ ഒരു വലിയ പദ്ധതി നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്. God is planning to use you to bring many to Christ. ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ പുറത്തു വരും. But the plan of God is going to come through you. അനേക വിഐപികളെ യേശുവിലേക്ക് നടക്കുന്ന അഭിഷേകം. You're going to bring many VIPs to Christ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നറുക്കെടുത്തു എന്നൊരു കാര്യം ഇവിടെ പറയുന്നു. The Lord has taken you, brother, chosen you, brother. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്നതിന് മുമ്പ് Your choosing was from your mother's womb. നിങ്ങളുടെ നറുക്ക് ഇന്ന് വീഴുകയാണ്. But your token is fallen tonight. ഹല്ലേലൂയ. വി എന്നൊരു അക്ഷരമെന്നെ കാണിക്കുന്നു. The Lord is showing അഭിഷേകം തിരിച്ചറിഞ്ഞ മുമ്പോട്ട് ദൈവത്തിന്റെ ഉയർത്തുന്ന കണ്ണ് ആത്മാവിൽ Cristo,